ക്ഷേത്രങ്ങളിൽ പുലയും വാലായ്മയും ആചരിക്കുന്നത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്, അശാസ്ത്രീയമാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. നിങ്ങളുടെ പുല ആചരിക്കുവാനുള്ള ഒരു സൗകര്യവും ക്ഷേത്രത്തിലില്ല. ക്ഷേത്രം തന്ത്രിക്ക് പുലയുണ്ടെങ്കിൽ പോലും ആ പുല ആചരിക്കുവാനായിട്ട് ക്ഷേത്രത്തിന് സൗകര്യമില്ല. നമുക്ക് പുലയുണ്ടെങ്കിൽ അത് നമ്മളാണ് ആചരിക്കേണ്ടത്. പുല ആചരണം എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ദുഃഖത്തെ ആചരിക്കുക എന്നാണ്. ക്ഷേത്രവുമായിട്ട് അതിന് ബന്ധമില്ല. മരണകാരണമായ ദുഃഖത്താൽ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വിസർജനം ഉണ്ടാകുന്നത് കൊണ്ടാണ് ക്ഷേത്രപ്രവേശനം നമ്മൾ നടത്താതിരിക്കുന്നത്. അത് നമ്മളാണ് ആചരിക്കുന്നത്, ക്ഷേത്രമല്ല. ഇപ്പോൾ അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, അമ്മാവൻ മരിച്ചു. ആ മരണത്തിൽ ഞങ്ങൾക്ക് പുലയില്ല, ഞങ്ങൾ പുല ആചരിക്കുന്നില്ല. കാരണം ഞങ്ങൾ ദുഃഖം ആചരിക്കുന്നില്ല. ആ മരണത്തിൽ ഞങ്ങൾക്ക് അശുദ്ധിയില്ല, ഞങ്ങൾ ശുദ്ധരായി എന്ന് പറഞ്ഞാൽ സന്തോഷം. പുലയും വാലായ്മയും അശുദ്ധിയും എല്ലാം അത് ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്ന കാര്യമാണ്. ശുദ്ധിയും അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണോ, അനാചാരത്തിന്റെ ഭാഗമാണോ? ശുദ്ധി കലശങ്ങൾ ആടുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ.